സുഹൃത്തുക്കളെ, ഇന്ന് 2026 ഫെബ്രുവരി 1 ഇന്ന് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ദുഃഖകരമായ വാർത്ത സഖാവ് വെള്ളത്തുവൽ സ്റ്റീഫൻ നിര്യാതനായി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ കേരളം സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിരവധി വ്യക്തികളുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെ അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ മാറ്റങ്ങൾ സമൂഹത്തിന് പൊതുവിലും ദോഷകരമായ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു സഖാവ് വെള്ളത്തുവൽ സ്റ്റീഫൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം ഒരുപക്ഷെ 60കളിലും 70കളിലുമുള്ള ഹൈറേഞ്ച് മേഖലകളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, എത്രമാത്രം അസമത്വം ആ സമൂഹത്തിലുണ്ടായിരുന്നു, ക്ലാസ് മുറികളിൽ പോലും കുട്ടികൾ എത്രമാത്രം വിവേചനത്തിന് വിധേയമായിരുന്നു, ഇത്തരം കാര്യങ്ങളാണ് വ്യത്യസ്തമായ ഒരു മാർഗം സ്വീകരിക്കാൻ വെള്ളത്തുവൽ സ്റ്റീഫൻ സഖാവിനെ പ്രേരിപ്പിച്ചത്. CPIയോടൊപ്പം ചേർന്ന് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന സഖാവ് വെള്ളത്തുവൽ സ്റ്റീഫൻ പിന്നീട് അദ്ദേഹം പൊതുസമൂഹം പൊതുവെ അത്ര ശരിയല്ല എന്ന് കരുതുന്ന ഒരു മാർഗത്തിലൂടെ, അല്ലെങ്കിൽ ശരിയല്ല എന്ന് കരുതുന്ന മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും അദ്ദേഹം അതിൻ്റെ പേരിൽ 1971 മുതൽ ഒരു ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പിന്നീട് വയലാർ രവി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് വെള്ളത്തുവൽ സ്റ്റീഫൻ ജയിലിൽ ഇങ്ങനെ ദീർഘകാലം കഴിയുന്നത് മനസ്സിലാക്കുകയും അങ്ങനെ വെള്ളത്തുവൽ സ്റ്റീഫൻ്റെ ജയിൽ മോചനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ വയലാർ രവി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു അവസാന കാലത്ത് താമസിച്ചിരുന്നത്. അർബുദബാധിതനായാണ് അദ്ദേഹം നിര്യാതനായത്. വെള്ളത്തുവൽ സ്റ്റീഫൻ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച സാമൂഹ്യ മാറ്റങ്ങൾ അതേക്കുറിച്ച്, അതായത് അദ്ദേഹം അതിന് സ്വീകരിച്ച വഴി ഒരിക്കലും സ്വീകാര്യമല്ല. ആ വഴിയെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം കണ്ട ആ സാമൂഹ്യ ക്രമത്തിനകത്ത് ഉണ്ടായിരുന്ന അനീതിയെയും അസമത്വത്തെയും തിരുത്താൻ ശ്രമിച്ച ഒരു നേതാവെന്നുള്ള നിലക്ക് കേരളീയ പൊതുസമൂഹം വെള്ളത്തുവൽ സ്റ്റീഫൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സഖാവിന് 1000 വിപ്ലവാഭിവാദ്യങ്ങൾ. അദ്ദേഹം അവസാന കാലത്ത് ഒരു സുവിശേഷകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബിലീവറാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിലൊരു ബിലീവർ ഉണ്ട് എങ്കിൽ ആ ആത്മാവിന് എല്ലാ നിത്യശാന്തിയും നേരുന്നു. നന്ദി, നമസ്കാരം.